ഹലോ. വാ 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 കാത്തിരിക്കുകയായിരുന്നു. ഗൂഗിൾ മാപ്പ് ചതിച്ചോ? നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ ഇടുങ്ങിയ വഴിയായോണ്ടാണ് കാർ റോഡിലിട്ടാൽ മതി എന്ന് പറഞ്ഞത്. പെട്ടെന്നൊന്നും ആർക്കും ഇവിടെ വന്നെത്താൻ പറ്റില്ല. സാറിൻ്റെ സേഫ്റ്റി നോക്കണ്ടേ? സാധാരണ ഇത്തരം കേസുകൾ സാർ എടുക്കൂല. പിന്നെ അജിത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കേസ് എടുത്തത്. അജിത്തിൻ്റെ കൂട്ടുകാരനാ? നേരിട്ടല്ല, പിന്നെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ ഒരു അളിയുണ്ട്. ഓ, ആ അളിയൻ്റെ അനന്തരവൻ ആ ഈ അജിത്തിന്റെ സഹോദരിയുടെ കൂട്ടുകാരനാണ്. അങ്ങനെ ഇത്രയും നീളമുള്ള ബന്ധോ? ഏതായാലും സാറ് പറ്റിയ സ്ഥലത്ത് തന്നെ. എന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയെ തന്നെയാണ് അവൻ കെട്ടിയിരിക്കുന്നത്. എന്റെ വീടും പറമ്പും എല്ലാം വിറ്റ് തുലച്ചിട്ട് അവനിപ്പോ എന്നെ വേണ്ടെന്ന്. പോലീസിന് പരാതി കൊടുത്തില്ലേ? നിന്റെ കാമുകനെ കണ്ടുപിടിക്കലല്ല കേരള പോലീസിന്റെ പണിയെന്ന് അവര് പറയുന്നു. കേസെടുക്കാൻ പറ്റില്ല പോലും. പിന്നെ ഞങ്ങളെ ലിവിങ് ടുഗദർ ആയിരുന്നു. ലിവിങ് ടുഗദർ ബെസ്റ്റാ. പക്ഷെ നിങ്ങളിങ്ങനെ മോങ്ങരുത്. ഒരു കാര്യം ശബരി പോയി കാണാം. എന്നിട്ട് അടുത്ത ആഴ്ച സാറെന്നെ കൈവിടരുത്. എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ച് തരണം. അവനെ കാണണം എനിക്ക്. എന്തിനാണ് ഹിമാറ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്? എനിക്ക് അവരോട് ചോദിക്കണം. ശരി ശരി, വഴി ഉണ്ടാക്കാം. നിങ്ങളിപ്പോ ചെല്ല്. സാറേ, അജിത്ത് പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. പുറത്തിരിക്കാൻ പറ, വിളിപ്പിക്കാം. ഓക്കെ, ഇവിടെ ഇരുന്നോ. സാർ അല്പം തിരക്കിലാണ്, ഞാൻ വിളിപ്പിക്കാം. ഓ, ഞാൻ ഇവിടെ എത്തി. അയാളൊരു ബോംബ് കഥയെന്നാണ് തോന്നുന്നത്. ഇതുവല്ലം നടക്കുമോ? അറിഞ്ഞിടത്തോളം ഇപ്പം അയാൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. പുള്ളി ആർമിയിലെ ഇന്റലിജൻസിൽ നിന്നൊക്കെ വിരമിച്ചാണ്. കുറച്ച് ബഹുമാനമൊക്കെ ആവാട്ടാ. ശരി. സാറ് വിളിക്കുന്നു. പഞ്ചായത്തിലെ താമസം. മൈമൂനെ, അവൻ്റെ കൂട്ടുകാരൻ ഒരു അളിയനുണ്ട്. ആ അളിയൻ്റെ അനന്തരവൻ അജിത്തിൻ്റെ സഹോദരിയുടെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് നിന്റെ ലിവിങ് ടുഗദറിന് അവനെ കിട്ടൂല. പെണ്ണാണെന്ന് കരുതി ചിരി എറിഞ്ഞ ആളെ പിടിക്കാൻ. കഴിഞ്ഞ മാസം മഴക്കുഴി ഒഴിക്കാനായിട്ട് മണ്ണ് കളച്ചപ്പോ വലതുകാലിലെ ചെറുവിരലൊന്നും മുറിഞ്ഞു. അത് ഡിറ്റക്റ്റീവ് ഉൽപ്പലാഷിനെ കുറിച്ച് പിന്നെ എന്ത് കരുതി? മണ്ടനാണെന്നോ? ഭാര്യയെ സംശയം അല്ലേ? ഒന്നാമത് ഞാൻ ഇങ്ങനെയുള്ള നാണം കെട്ട കേസുകളൊന്നും എടുക്കാറില്ല. കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രാജ്യത്തിന് ഭീഷണിയാവുന്ന വിഷയങ്ങളിലാണ്. ഇതിപ്പോൾ അജിത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ശരിയാക്കാം.
ഉള്ളത് ഉള്ളതുപോലെ പറയണം. ഡിറ്റക്റ്റീവിനോടും ഡോക്ടറോടും കള്ളം പറയരുത്. 1 മാസമായി സാറേ ഉറങ്ങിയിട്ട്. അവൾക്ക് ആരോട് അടുപ്പമുണ്ട്. പിള്ളേരെ പോലും നോക്കാതെയാണ് എൻ്റെ കുടുംബം. കരയാതെ കാര്യം പറയുമോ എന്താ? ഭാര്യയ്ക്ക് ഒരു ബന്ധമുണ്ടെന്ന് എപ്പോൾ മനസ്സിലായി? പിള്ളേർ സ്കൂളിലേക്ക് പോകും, ഞാൻ സെൻറ്ററിലേക്ക്. എംബ്രോയ്ഡറി പഠിക്കാമെന്ന് പറഞ്ഞാൽ അവൾ പോകാറ്. ഒരു ഷോപ്പാണ്, അവിടെ മൊത്തം പെണ്ണുങ്ങളായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പോക്കൂരിനിടയിലൂടെയോ അവൾ കയറുന്നുണ്ട്. ഒന്നാൾ പിള്ളേർ സ്കൂൾ വിട്ട് വന്നിട്ട് ആളെത്തിയില്ല. അങ്ങനെ പിള്ളേരെ നോക്കുന്നില്ലെങ്കിൽ അവൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ മാത്രമല്ല സാറേ പോകുന്നത്. പിള്ളേരുടെ കാര്യത്തിൽ പിന്നെ എന്തെല്ലാം ശ്രദ്ധയില്ലായ്മ ഉണ്ടായി? അത് പുറത്തേക്ക് പോയ ഭാര്യ പിള്ളേർ വരുന്നതിന് മുമ്പ് എത്ര തവണ തിരിച്ചു വരാതിരുന്നിട്ടുണ്ട്? ആ ഒരു പ്രാവശ്യം മാത്രം. നിങ്ങൾ തമ്മിൽ എന്നാണ് അവസാനമായിട്ട് ലൈംഗികത്തിലാക്കുന്നത്? 1 മാസം മുമ്പ്. ഭാര്യയുടെ ഫോൺ ഉപയോഗം ഇപ്പോൾ കൂടിയിട്ടുണ്ടോ? അത് അരവിന്ദനെ എന്താണ് വിളിക്കുന്നത്? ഇപ്പോൾ തന്റെ ഭാര്യ തന്നെ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അത് അങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹമുണ്ടോ? ഇല്ല. ഉണ്ട്, എനിക്ക് അവളോട് സ്നേഹമുണ്ട്. മനസ്സിലായി ഇല്ലെന്നല്ലേ? എന്താ സാറേ അങ്ങനെ പറയണേ? എനിക്ക് പിന്നെ സംശയം തീർക്കി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? രണ്ടെണ്ണം കൊടുത്തിട്ട് ഇറക്കി വിടില്ലായിരുന്നോ? ഇത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എഴുതുന്നതാണോ? ഇതിന്റെ അന്വേഷണം ഒന്നല്ലേ? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അരവിന്ദൻ അവിടെ പോയിക്കോ. അടുത്ത ആഴ്ച ഇതേ നാള് ഇതേ സമയം അരവിന്ദന്റെ എല്ലാ സംശയങ്ങളും കിട്ടുന്നില്ല. ഈ ഉൽപ്രേഷന്റെ ഉന്നം തെറ്റാറില്ല. CCTV ഫുട്ടേജ് കിട്ടുമോ? ഒന്ന് ശ്രമിക്കോ. സാർ മൈമുന് പോയില്ലേ ഇതില്? സാർ നാൻസി മാഡം അവിടെ നിന്ന് ലീവാണ്, നാളെ വരുള്ളൂ. ശബരി കണ്ടാ മതി. സാറേ നല്ല എന്റെ കാര്യം നോക്കാന്ന് പറഞ്ഞില്ലേ? സാറേ ശരിയാക്കാം.